രാജ്യതലസ്ഥാനത്ത് മന്നം സ്മൃതി മണ്ഡപ സമർപ്പണവും ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഡൽഹിയിലെ മന്നം സ്മൃതിയിൽ എല്ലാവർക്കും വരാം, ഞാനാണ് ജനറൽ സെക്രട്ടറി, ഞാനാണ് പ്രസിഡന്റ്, ഇന്നയാൾ വരരുത് എന്ന് പറയരുതെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. NSS ഡൽഹിയുടെ ആസ്ഥാന മന്ദിരത്തിലാണ് മന്ന സ്മൃതി മണ്ഡപത്തിന്റെ സമർപ്പണവും മന്നത്ത് പത്മനാഭന്റെ പ്രതിമാനാച്ഛാദനവും നടന്നത്. രാജ്യതലസ്ഥാനത്തെ മന്നം പ്രതിമ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കലാണെന്നും ഏറെക്കാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായതെന്നും ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. മന്നത്തപ്പൂപ്പന്റെ മുഖം മറ്റ് സംസ്ഥാനങ്ങളിലെ ഇന്ദ്രപ്രസ്ഥത്തിലെ സാന്നിധ്യത്തിന് മുമ്പിൽ ഒരു നവോത്ഥാന നായകന്റെ മുഖം എന്ന് ആദ്യമായി ഡൽഹിയിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് വലിയ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കലാണ്. അത് മന്നത്തിന്റെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനം എടുത്തു പറഞ്ഞ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളം 100% സാക്ഷരത കൈവരിച്ചത് സർക്കാരിൻ്റെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ നേട്ടമല്ല എന്നും ശ്രീനാരായണ ഗുരുവിൻ്റെയും മന്നത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടായ നേട്ടമെന്നും കൂട്ടിച്ചേർത്തു. ദേശീയ പ്രസ്ഥാനങ്ങളുമായി മന്നം യോജിച്ചു പ്രവർത്തിച്ചുവെന്നും വിവേചനങ്ങൾക്കെതിരെ മന്നം പോരാടിയെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി NSSനെ പുകഴ്ത്തിയ ഉപരാഷ്ട്രപതി ഡൽഹി NSSന്റെ പ്രവർത്തനം മാതൃകാപരമെന്നും പറഞ്ഞു. ഡൽഹിയിലെ മന്ന സ്മൃതിയിൽ എല്ലാവർക്കും വരാം, നിങ്ങളാണ് എല്ലാമെന്ന് കരുതരുത്, എല്ലാം മന്നത്തിൻ്റെ സംഭാവനയാണ്. ഞാനാണ് ജനറൽ സെക്രട്ടറി, ഞാനാണ് പ്രസിഡന്റ്, ഇന്നയാൾ വരരുത് എന്നൊന്നും പറയരുത് എന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. I extend my heartiest congratulations to the Nair Service Society of Delhi for bringing this long cherished dream into reality. The dedication of the Smriti Mandapam is much more than the inauguration of a structure. It is the consecration of an enduring legacy. മന്നത്ത് പത്മനാഭന്റെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞ ഉപരാഷ്ട്രപതി മന്നത്ത് പത്മനാഭനെയും ശ്രീനാരായണ ഗുരുവിനെയും ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിൽ സനാതനധർമ്മമില്ലെന്ന് കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.